വായിച്ച തിരുവഴുത്തിൽ നിന്ന് ചില കാര്യങ്ങൾ അത് തന്നെയാണ് ഞാൻ നാളെയും പ്രസംഗിക്കുന്നത്. അതുകൊണ്ടൊരല്പം അതുമായി ബന്ധപ്പെട്ട ഇന്ന് രാത്രി പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വായിച്ച തിരുവഴുത്ത് ഞാൻ പറഞ്ഞു മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ വളരെ കാതലായ ഒരു തിരുവഴുത്താണ്. 5:20, പ്രത്യേകിച്ച് 5, 6, 7 അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്ന ഒത്തിരി വിഷയങ്ങളുടെ ഒരു ചെറിയ എസൻസ് അല്ലെങ്കിൽ അതിൻ്റെ സാരാംശമാണ് ഈ ഒരു വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിക്ക് അപ്പുറത്ത് പോയില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ നാം പ്രവേശിക്കുക ഇല്ല. ഞാൻ രാവിലെ പറഞ്ഞതുപോലെ അതൊരു കാറ്റഗോറിക്കല എന്ന് പറഞ്ഞാൽ നിഷേധാത്മകപരമായ ഒരു പ്രസ്താവനയാണ് യേശു പറഞ്ഞത്. അത് മത്തായി പറഞ്ഞ വാക്കല്ല. അതുകൊണ്ട് ചില ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ അത് റെഡ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. യേശു പറഞ്ഞ, ഡയറക്റ്റ് പറഞ്ഞ വാക്ക്. അതുകൊണ്ട് ആ വാക്കിന് മാറ്റം വരുത്താൻ ലോകത്തിൽ ആർക്കും പറ്റില്ല. ഈ പ്രസംഗിക്കുന്ന എനിക്കും പറ്റില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ മനുഷ്യന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ നമ്മൾ ശുശ്രൂഷിക്കുന്നവരാണ്. അതൊക്കെ വേണം. അവരുടെ ആഗ്രഹം, അവരുടെ ഇഷ്ടം, അവരുടെ ഇംഗിതം, ഇതിനൊക്കെ അനുസരിച്ചൊക്കെ നമ്മൾ ശുശ്രൂഷിക്കാറുണ്ട്. പക്ഷേ ഒരു ദൈവദാസൻ ശുശ്രൂഷിക്കുമ്പോൾ അതിനകത്ത് ആധാരമായി വരേണ്ടത് അദ്ദേഹത്തിന്റെ അകലത്തിൽ നിന്ന് വരുന്ന ദൈവത്തിന്റെ വചനം കേൾവിക്കാരായ ജനത്തിന് രൂപാന്തരം വരുത്തുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്ന് കരുതട്ടെ. രൂപാന്തരം ജീവിതത്തിൽ വരുന്നില്ലെങ്കിൽ ആ ശുശ്രൂഷ പരാജയമെന്ന് ചിന്തിക്കുന്നയാളാണ് ഞാൻ. പാസ്റ്റേഴ്സൊക്കെ ചിലപ്പോൾ പറയും, നിങ്ങളൊക്കെ ഇങ്ങനെ കയ്യൊക്കെ അടിച്ച് ദൈവത്തെ ആരാധിച്ച് ദൂതെടുത്തെടുക്കുമ്പോ ഞങ്ങൾക്ക് ഇച്ചിരി സന്തോഷമുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് സന്തോഷമായി, നിങ്ങൾക്ക് ആഗ്രഹമായി, നിങ്ങൾക്ക് സന്തോഷം. അതൊക്കെ ഞങ്ങൾക്ക് ഒരു ഭാഗം അതാണ്. പക്ഷേ യേശു ഇവിടെ ആധികാരികമായി പറഞ്ഞത് നാം അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ അവർ ദൈവത്തെ ആരാധിക്കുന്നു എന്നത് ശരി തന്നെയാണ്. പക്ഷേ അവിടെ ദൈനംദിന ജീവിതം ദൈവവചനത്തിന്റെ മുൻപാകെ ശരിയാകാത്ത പക്ഷം അവർ ദൈവരാജ്യത്തിലേക്ക് പോകത്തില്ല. നിങ്ങളെല്ലാവരും സൈലന്റായി നല്ല കാര്യം ചെയ്യും. ആ സൈലൻസ് ആണ് എനിക്ക് പ്രസംഗിക്കാനുള്ള പ്രചോദനവും. ശരി, അപ്പോൾ 2-3 കാര്യങ്ങൾ ഞാൻ രാവിലെ പറഞ്ഞത് ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ നീതി മുകളിലേക്ക് വരേണ്ടത്, അതാണ് ഞാൻ രാവിലെ പറഞ്ഞത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ 6-ാമത്തെ അധ്യായത്തിലേക്കാണ് തിരിക്കുന്നത്. 6-ാമത്തെ അധ്യായം വളരെ പ്രധാനപ്പെട്ട, വളരെ സിഗ്നിഫിക്കന്റ് ആയ, വളരെ പ്രാധാന്യം കൊടുക്കേണ്ടുന്ന ഒരു ഭാഗം. 5 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ ഒരാള് ഒന്ന് വായിച്ചാൽ 5 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ പെട്ടെന്ന്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകൾ എന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥനയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. വളരെ പരിചിതമായ ഒരു തിരുവെഴുത്താണ്. വളരെ പരിചിതമായ ഒരു തിരുവെഴുത്ത്. അപ്പൊ യേശു ഈ പ്രസ്താവന പ്രസ്താവിച്ചതിന്റെ പുറകിലത്തെ ഒരു ഉദ്ദേശം ഇതാണ്. 6-ാം അധ്യായം അതിന്റെ 5 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങളാണ് എന്റെ പ്രധാന ഭാഗം. വളരെ ശ്രദ്ധിക്കണം. അല്പം മാത്രം ഇന്ന് രാത്രിത്തേക്ക് വേണ്ടി ഞാൻ വായിപ്പിച്ചു എന്ന് മാത്രം. ഗിരിപ്രഭാഷണത്തിൽ ഒട്ടനവധി വിഷയങ്ങൾ യേശു പ്രതിപാദിക്കുന്നുണ്ട്. ഒട്ടനവധി വിഷയം, എല്ലാം പ്രായോഗിക തലങ്ങളാണ്. പ്രായോഗിക തലം അതായത് ഒരു മനുഷ്യന്റെ ധാർമ്മിക വശം ശരിയാകാതെ
ആ മനുഷ്യന്റെ ആത്മീകത നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഒന്നുകൂടി ആ പ്രസ്താവന പറയുകയാണ്. ഒരു മനുഷ്യന്റെ ധാർമ്മിക സ്വഭാവം ശരിയാകാതെ അദ്ദേഹത്തിന്റെ ആത്മീക ജീവിതത്തെ നമ്മൾ സംശയിക്കണം. ഞാൻ പ്രസംഗിക്കാൻ വരുന്നതിന് മുൻപ് ഇവിടെ മേശപ്പുറത്ത് ഒരു ഗ്ലാസ് വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം. ഗ്ലാസ് മോശമാണെങ്കിൽ, വെള്ളം നല്ലതാണെങ്കിലും നമ്മൾ ആ വെള്ളം കുടിക്കില്ല. ഈ ഒരു തലമാണ് യേശു തന്റെ ഗിരിപ്രഭാഷണത്തിലൂടെ ശിക്ഷകണങ്ങളോട് പറയുന്നത്. വേറെ ഒന്നുമല്ല യേശു പറയുന്നത്. അതാണ് അതിന്റെ അന്തസ്സത്ത. നിങ്ങളത് പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. 5, 6, 7 അധ്യായങ്ങൾ. ഗ്ലാസ് നല്ലതാണെങ്കിൽ വെള്ളം നല്ലതാണ് എന്നുകൊണ്ട് പ്രയോജനം. യേശു മറ്റിടത്ത് യേശു പറഞ്ഞിട്ടുണ്ട്, പഴയ തുണിയോട് ചേർത്ത് പുതിയത് നമ്മൾ ചെയ്യാറില്ല. പഴയ തുരുത്തിയോട് ചേർത്ത് പുതിയത് നമ്മൾ വെക്കാറില്ല. പഴയ വീഞ്ഞിനോട് ചേർത്ത് പുതിയത് വെക്കാറില്ല. അതായത് there is a strong bifurcation എന്ന് ഇംഗ്ലീഷിൽ പറയാം. വളരെ നിശ്ചിതമായ ഒരു വേർതിരിവ് യേശു ഈ ഭാഗത്ത് പറയുന്നു. അതിനെ സാക്ഷീകരിച്ചുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെ നീതിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾ ചെല്ലണം. ഞാനിന്ന് രാത്രി പ്രസംഗിക്കാൻ താല്പര്യപ്പെടുന്ന ഭാഗം അതാണ്. പ്രാർത്ഥനയിൽ നമ്മൾ എപ്രകാരം പരീക്ഷന്റെ നീതിക്ക് അപ്പുറത്തേക്ക് വരണം. ആ ഭാഗമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. പ്രാർത്ഥന യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അത് ഞാൻ നാളെ സമയോചിതമായി പ്രസംഗിക്കാൻ ശ്രമിക്കാം. അവൻ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് 10 വാക്യങ്ങൾ യേശു എടുത്തു? ആർക്കും അറിയത്തില്ല. 10 വാക്യങ്ങൾ. ബാക്കി നിങ്ങൾ പലതും എടുത്ത് ഉപവാസം വെറും 3 വാക്യങ്ങളിൽ ഒതുക്കി. വിചാരപ്പെടരുത്, ഒരു 6 വാക്യത്തിൽ യേശു ഒതുക്കി. ഞാൻ രാവിലെ പറഞ്ഞ കുല ചെയ്യരുത് 4 വാക്യത്തിനകത്ത് ഒതുക്കി. വിചാരം ചെയ്യരുത് 7 വാക്യത്തിൽ യേശു ഒതുക്കി. ഒട്ടനവധി വിഷയങ്ങൾ യേശു സംസാരിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തൊരു വിഷയമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ശീലിച്ച പ്രാർത്ഥനകളല്ല തമ്പുരാൻ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. നല്ലൊരു സ്വന്തം പറഞ്ഞേ. എല്ലാവരും കൈകൾ ഉയർത്തി ദൈവത്തിന് സ്വന്തം പറഞ്ഞേ. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് നാം ചെയ്തു വരുന്ന ചില കാര്യങ്ങളിൽ ദൈവത്തിന് ഇഷ്ടമൊന്നുമല്ല. ആ പ്രാർത്ഥനയിൽ പരീക്ഷന്റെ പ്രാർത്ഥനയ്ക്ക് അപ്പുറത്തേക്ക് ഞാനും നിങ്ങളും എത്തണം. ഇവിടെ ചോദിക്കുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യം, എന്താണ് പ്രാർത്ഥന? അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. പ്രാർത്ഥനയെ കുറിച്ച് നിങ്ങൾ മെസ്സേജ് കേൾക്കാത്തവരല്ല എന്ന് എനിക്കറിയാം. കാരണം ഞാൻ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞിട്ട് ദൈവദാസനുമായി സംസാരിച്ച് പറഞ്ഞു, സഭയ്ക്ക് ഏകദേശം 70-75 വർഷത്തെ പഴക്കമുണ്ടെന്ന് എനിക്കറിയാം. അവർ 75 വർഷത്തെ പഴക്കമുള്ള ഒരാള് 75 വർഷം കൊണ്ടുള്ളവരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. ചിലപ്പോൾ കണ്ടേക്കാം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ചിന്തകൻ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നത്, ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. ദൈവത്തോട് ഞാൻ നിരന്തരം സംസാരിക്കുന്ന ഒരു തലത്തെയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത്. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വെറുതെ ഞാൻ ചില അപേക്ഷകൾ അങ്ങോട്ട് പറഞ്ഞതല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഞാൻ ദൈവത്തോട് സംസാരിക്കുകയും ആ ദൈവം എന്നോട് മറുപടി പറയുകയും ചെയ്തതാണ് പ്രാർത്ഥന. ഞാൻ പറഞ്ഞ മനസ്സിലായി കാണുമെന്ന് കരുതട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നെന്ന് എനിക്കറിയാം. പ്രാർത്ഥന എന്ന് ഇംഗ്ലീഷിൽ പറയും. പ്രാർത്ഥന ഒരു ഭാഗം പറയുന്നത് ഞാൻ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടോളൂ. അങ്ങനെയല്ല പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിച്ചതും
സംസാരിച്ചത് ഒരുമിച്ച് വരുമ്പോഴാണ് പ്രാർത്ഥനക്കകത്ത് വിടുതൽ ഇറങ്ങി വരുന്നത്. ഇന്ന് രാത്രി എത്ര പേർ അതിന് സ്തോത്രം പറയുമെന്ന് എനിക്കറിയത്തില്ല, എത്ര ദൈവത്തിന് സ്തുതി പറയുമെന്ന് എനിക്കറിയത്തില്ല. എന്റെ വാക്കുകളോ ദൈവത്തിന്റെ വാക്കുകളും തമ്മിൽ സന്ധിക്കുമ്പോഴാണ് ഒരു വിടുതൽ ഇറങ്ങി വരുന്നത്. ഇന്ന് രാത്രി അതിനകത്ത് പറ, ദൈവമേ, എന്റെ പ്രാർത്ഥനയിൽ ഇതുവരെ അത്തരത്തിൽ സംഭവിച്ചില്ല, ഇതുവരെ ആ തലത്തിൽ ഒരു വിടുതൽ വന്നിട്ടില്ല, ഇതുവരെ ആ തലത്തിൽ ഒരു വിടുതൽ ഇറങ്ങി വന്നില്ല. അതുകൊണ്ട് രാത്രി പറ, ദൈവമേ, എന്റെ പ്രാർത്ഥന നിന്റെ വചനങ്ങളുമായിട്ട് ഒന്ന് സന്ധിപ്പാനിട വരട്ടെ. ഞാൻ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു ഭാഗമാണ്. ഞാൻ മാത്രം അങ്ങോട്ട് സംസാരിച്ചത് കൊണ്ട് നിങ്ങൾ പറയുന്നുണ്ട് സഹോദര, ഒരു പ്രയോജനം അതിനകത്തില്ല. ഞാൻ സംസാരിച്ചതിനകത്ത് ഞാൻ എൻ്റെ പ്രസംഗ ഭാഷ്യത്തിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു വിടാം. ആ ഭാഗം നമ്മളെല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷം ഏറ്റവും അവസാനം ഒരുമിച്ച് നമ്മൾ ആമേൻ പറയുന്ന ഒരു രീതിയുണ്ട്. നമ്മുടെ ആമേനല്ല ഒരു പ്രാർത്ഥനയിൽ വന്നത്, നമ്മുടെ ആമേൻ പറയുന്നതിന് മുമ്പ് എന്റെ ദൈവം ആമേൻ പറഞ്ഞ, എന്റെ ദൈവം ആമേൻ പറഞ്ഞ അതിനകത്താണ് ഒരു വിടുതൽ ഇറങ്ങി വരുന്നത്. എത്രവർക്ക് അത് മനസ്സിലാകുന്നത് എനിക്കറിയത്തില്ല. നിങ്ങളുടെ വിഷയത്തിനകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ എന്റെ ദൈവം ഒരാമേൻ പറയണം. സ്വത്രം സ്വത്രം എന്റെ കർത്താവ് ഒരാമേൻ പറഞ്ഞാൽ അതല്ലേ വിടുതൽ എന്ന് പറഞ്ഞത്. വേറെ ഏത് വിടുതലാണ് നമ്മൾ പ്രസംഗിക്കുന്നത്? അതിനൊരു പ്രവാചകന്റെ ആവശ്യം വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, അവരെ തന്നെ കേട്ടി സംസാരിക്കുന്നുമില്ല. പക്ഷേ ഞാൻ ആമേൻ പറയുന്നതിന് മുമ്പ്, സഭ ആമേൻ പറയുന്നതിന് മുമ്പ്, ദൈവദാസന്മാരായ ഞങ്ങൾ ആമേൻ പറയുന്നതിന് മുമ്പ്, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം ഒരാമേൻ പറഞ്ഞാൽ അത് മനോവേദനയോടെ വന്നവർ, ദുഃഖത്തോടെ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നവർ, രോഗത്തിന്റെ നടുവിൽ ഇതിനകത്തിരിക്കുന്നവർ, പ്രതിസന്ധിയുടെ നടുവിൽ ഇതിനകത്തിരിക്കുന്നവരാണ്. ആത്മാവിൽ തന്നെ ഞാൻ ദൂതായി വിളിച്ചു പറയട്ടെ, എന്റെ ദൈവം ഇന്ന് രാത്രി ഈ ആലയത്തിനകത്ത് ഇറങ്ങി വന്നു. അവൻ വെറുതെ ഇറങ്ങി വന്നതല്ല, നിങ്ങളുടെ വിഷയത്തിനകത്ത് എന്റെ ദൈവത്തിനൊരു ആമേൻ പറയാം. അത് താല്പര്യമുള്ള എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ടവരാ ദൈവത്തെ ശ്രദ്ധിക്കേണ്ടത്? എത്ര പേരാ ദൈവമേ എന്റെ വിഷയത്തിൽ നീ ഒരു ആമേൻ പറ. സ്വത്രം സ്വത്രം സ്വത്രം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ വിളിച്ചത് കോൺസ്റ്റന്റ് കമ്മ്യൂണിയൻ. ഇടവിടാതെ നമ്മൾ ദൈവവുമായിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. ദൈവവുമായിട്ട് ഇടവിടാതെ സംസാരിക്കുമ്പോൾ നമ്മൾ ഏശരി പറയത്തില്ല, നമ്മൾ കുണ്ടടി പറയത്തില്ല. ശരി, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയത്തില്ല. ഇതൊന്നും നുണ പറയാൻ സമയമില്ല. കാരണം I am always continuously talking to God alone. ഞാൻ സംസാരിക്കുന്നത് മുഴുവനും എന്റെ ദൈവത്തോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഒരു ദൈവദാസൻ അതിനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ 1 മണിക്കൂർ പ്രാർത്ഥിച്ച് നേടിയ ഒരു ദൈവകൃപ അല്ലെങ്കിൽ ഒരു വിടുതൽ, അത് ഏത് വേണം നിങ്ങൾക്ക് എടുക്കാം. അത്ര ഒരു വിടുതൽ 5 മിനിറ്റ് സംസാരിച്ച് നമ്മൾ കളയരുത്. ഞാൻ പറഞ്ഞത് കേട്ടില്ല. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? നമ്മൾ 1 മണിക്കൂർ പ്രാർത്ഥിച്ചു. മക്കളെ, നിനക്ക് പ്രസംഗിച്ച സമയത്തിലാണ് ഞാൻ പ്രസംഗിച്ചതിന് ശേഷം അതെന്നെ ഞാൻ വിളിച്ചിട്ടാ. ശരി, അപ്പോ നമ്മൾ 1 മണിക്കൂർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരുത്തൻ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് ചാടി, നിനക്കറിയാം മറ്റക്കാര്യം എനിക്ക് അറിയാം. ഞാനൊരു 5 മിനിറ്റ് അവരുടെ വർത്താനം പറഞ്ഞു. 1 മണിക്കൂർ കൊണ്ട് നേടിയെടുത്ത ദൈവത്തീക വിടുതല് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതാണ് ഒട്ടുമിക്ക ദൈവമക്കൾക്കും സംഭവിച്ച കാര്യമെന്ന് ഞാൻ പറയാറുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എന്റെ ദൈവത്തോടാണ് സംസാരിക്കുന്നത്, മറ്റാരോടും അല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ദൈവത്തോട് സംസാരിച്ചത് ആകയാൽ എന്റെ ജീവിതം മുഴുവൻ ആ
അതിനനുസരിച്ച് രൂപപ്പെട്ടു വരട്ടെ എന്ന് രാത്രി. അവൻ പ്രാർത്ഥന ഒത്തിരി ഡെഫിനിഷൻസ്, ഒത്തിരി നിർവചനങ്ങൾ അതിനകത്ത് കൊടുക്കാം. അതെല്ലാം കൂടെ ഞാൻ കൊടുത്തു മുന്നോട്ട് പോകുന്നില്ല. അതിന്റെ പ്രധാന പ്രമേയമല്ല. അതുകൊണ്ട് കാരണം പരീക്ഷന്റെ പ്രാർത്ഥനയ്ക്ക് അപ്പുറത്താനുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം, അല്ലെങ്കിൽ ആ പ്രസംഗം ശരിയാകത്തില്ല. പക്ഷെ ആദ്യം ഞാൻ പ്രാർത്ഥനയെ കുറിച്ച് പറയാതിരുന്ന പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞത്. യഹൂദ റബിമ, നിങ്ങൾക്കെല്ലാവരും കേട്ടിട്ടുള്ളവരെ റബിമ അല്ലെങ്കിൽ ശാസ്ത്രിമാർ. ഇവിടെ പറഞ്ഞൊരു വാക്യങ്ങൾ, നിങ്ങളുടെ നീതി പരീക്ഷന്റെയും ശാസ്ത്രിയുടെയും. ശാസ്ത്രി എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 14 വർഷം ന്യായപ്രമാണം പഠിച്ചവരെ വിളിച്ച പേരാ ശാസ്ത്രി. നമ്മെ പോലെ 1-2 വർഷം പഠിച്ചവരല്ല. 14 വർഷം മോശയുടെ ന്യായപ്രമാണം നമ്മുടെ തലനാട് മുടി കീറി പിളർന്ന് പഠിക്കുന്നത് പോലെ പഠിക്കുന്ന ഒരുവന് അത് തീരുന്നത് 30ാമത്തെ വയസ്സിലുമാണ്. ഞാൻ ചരിത്രം പറഞ്ഞ സമയത്തെ കളയുന്നില്ല. അത്രയും നീണ്ട പഠനം നടത്തിയ യഹൂദ റബിമാർ ഇങ്ങനെയാണ് അവർ പറഞ്ഞിരുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണ, ഒരു മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ അവന് ചുറ്റും എന്തെന്നറിയാമോ, ഇരുമ്പിനേക്കാൾ ബലമുള്ള ഒരു മതിലവൻ പണിതുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നല്ലൊരു വളരെ പ്രസക്തമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത്. ഒരു വിശ്വാസി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോ, ഒരു ദൈവദാസൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോ, അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നറിയാമോ, എല്ലാവരും കണ്ണട, ആരും അലക്ഷ്യമായിരിക്കരുത്, ആരും പ്രാർത്ഥിക്കുന്ന സമയത്ത് പുറത്തോട്ട് ഇറങ്ങി പോകരുത്. ഇത് പറയുന്നത് ഞങ്ങൾക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. അതിന്റെ പരിണിതഫലം എന്ന് പറഞ്ഞത് ഞങ്ങളോട് നിങ്ങൾക്ക് വിയോജിപ്പേ ഉള്ളൂ. പക്ഷേ പ്രാർത്ഥനയിൽ ഭൂതൻ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല. എന്നിട്ട് യേശുവിനെ വിമർശിക്കേണ്ടത്. അവൻ പ്രാർത്ഥനയെ കുറിച്ച് റബി പറഞ്ഞത് ഇങ്ങനെയാ, ഒരുവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോ അവന് ചുറ്റും അവനൊരു വേലി കെട്ടുകയാണ്. പ്രാർത്ഥിക്കാത്ത ദൈവമക്കൾ ഉണ്ടെന്ന് എനിക്കറിയാം, പ്രാർത്ഥിക്കാത്ത സഹോദരങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം, പ്രാർത്ഥിക്കാത്ത സഹോദരിമാരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ പ്രാർത്ഥനയിൽ മുന്നേറി വന്നാൽ അത് നിങ്ങൾക്ക് നേരെ ഒരു ശക്തികളും കടന്നു വരാതെ അതിന് ചുറ്റും ഒരു മതില് നിങ്ങൾ തീർക്കുകയാണ്. എത്ര പേർക്ക് ദൂതിന്റെ ആഴം മനസ്സിലായി? അവരാണ് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയുന്നത്. അത് ഇരുമ്പിനേക്കാൾ ശക്തിയുള്ളത്. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വന്നവരല്ലേ നമ്മൾ ഓരോരുത്തരും. അങ്ങനെ വന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ നിങ്ങൾ മിക്കവരും കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയും. പ്രാർത്ഥിച്ച് നമ്മൾ വന്നവരാണ്. സമ്പത്തുണ്ടാക്കി നമ്മൾ വന്നവരല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാധീനങ്ങളിൽ നമ്മൾ വന്നവരല്ലെന്ന്. നമ്മൾ വന്നത് മുഴുവന് ഇതുപോലെ പ്രാർത്ഥിച്ച് ചിലതിന്റെ മറവിൽ തലമുറയുടെ മേൽ നമ്മളൊരു മതില് തീർത്തവരാണ്. ഭാര്യയുടെ മേൽ ഒരു മതില് തീർത്തു, ഭർത്താവിന്റെ മേൽ ഒരു മതില് തീർത്തു, സമ്പത്തിന്റെ മേൽ ഒരു മതില് തീർത്തു, സഭയ്ക്ക് ചുറ്റും ഒരു മതില് തീർത്തു. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ലോകത്തിൽ വേറൊരു മതിലില്ല, ലോകത്തിൽ വേറൊരു മതിലില്ല, ലോകത്തിൽ വേറൊരു തലമില്ല. പ്രാർത്ഥനയേക്കാൾ ശക്തിയുള്ള മറ്റൊന്നും ലോകത്തില്ല. അതാണ് യഹൂദന്റെ ചിന്ത. അതുകൊണ്ടല്ലേ യഹൂദൻ എന്നും വലിയവൻ. നിങ്ങൾ ചിന്തിക്കുന്നത് യഹൂദൻ വളരെ മോശക്കാരനാണ് കേട്ടോ. നമ്മളൊരു 2 ഡിസ്ട്രിക്റ്റിന്റെ അത്ര പോലും ഇല്ല ഇസ്രായേൽ എന്ന രാജ്യം. അല്ലെ മാക്സിമം 3 ഡിസ്ട്രിക്റ്റ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, അത്ര അതിൽ കൂടുതൽ ഇസ്രായേലില്ല. പക്ഷെ ലോകം നിറയ്ക്കും അവനുണ്ട്. കാരണം ദൈവത്തിന്റെ മുമ്പാകെ വരുമ്പോ അവൻ പഞ്ചഭൂതമടക്കി മാത്രമേ ഇരിക്കൂ അതിനകത്ത്. നമ്മളിരിക്കുന്നത് പോലെയല്ല. ചിലരെങ്കിലും ശരി, നമ്മളിരിക്കുന്നത് പോലെയല്ല. അവന് ചുറ്റും അവനൊരു വേലി കെട്ടി തീർക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് പ്രാർത്ഥന 2 ദിവസത്തെ ഇവിടെ നടക്കുന്ന പ്രാർത്ഥനയിലോ അത് ഞാൻ ആത്മാവിൽ തന്നെ പറയാം. ചിലരുടെ ഭവനത്തിന് ചുറ്റും ഒരു വേലി വരികയാണ്.
ചിലരുടെ നന്മയ്ക്ക് ചുറ്റും ഒരു വേദി വരികയാണ്. ഈ സഭയ്ക്ക് ചുറ്റും ഒരു വേദി വരികയാണ്. അടിസ്ഥാനപരമായി ഉടഞ്ഞുപോയതോ അടിസ്ഥാനപരമായി തകർന്നുപോയ ചില മണ്ഡലത്തിൽ പണിതെടുക്കാം. ആത്മാവ് ചില വേലിക്കെട്ടുകയും ഇതിനകത്തും ദൈവാത്മാവ് ചെയ്യും. അത് വിശ്വസിക്കുന്ന ദൈവമക്കളാണ്. കരമറിയാത്ത ദൈവത്തിന് വളരെ വരട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അത് സ്ട്രോങ്ങറാണ്. അത് സ്ട്രോങ്ങർ ദാൻ ദ അയൺ. സെഖര്യാവിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ വാക്യം ഇങ്ങനെ എഴുതി വെച്ചു പ്രവാചകൻ. ഇസ്രായേല് അല്ലെങ്കിൽ ബാബിലോൺ പ്രവാസമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വളരെ ഗത്യന്തരമൊന്നുമില്ലാതെ വളരെ ആകുലപ്പെട്ടു നിൽക്കുന്ന ആ ജനത്തെ നോക്കിയിട്ട് ദൈവം സെഖര്യാവിനോട് ഒരു ദൂത് അങ്ങോട്ട് കൈമാറി കൊടുത്തു. ആ ദൂത് ഇങ്ങനെയാ പറഞ്ഞത്: ഞാൻ തന്നെ അവരുടെ നടുവിൽ ഒരു തീമതിലായി പ്രത്യക്ഷപ്പെടും. ഞാൻ പറഞ്ഞ മനസ്സിലായോ ദൈവമക്കളെ? മതിലെന്ന് പറഞ്ഞത് നിങ്ങൾ ഉണ്ടാക്കിയ മതിലല്ല, ഇഷ്ടികയിൽ തീർത്ത മതിലല്ല ശക്തിയുള്ളത്, സിമന്റ് കൊണ്ട് തേച്ചതല്ല ശക്തിയുള്ളത്, പൂജപ്പുര സെൻട്രൽ ജയിലിൽ അതിഭയാനകമായ മതിലല്ല വലുത്. ലോകത്തിലെ ഏത് മതില് ഒരു പ്രാർത്ഥനയുടെ മുമ്പിൽ ഉടഞ്ഞുപോയിട്ടുള്ള ചരിത്രം വേദപുസ്തകം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എന്നാൽ നിങ്ങളുടെ വിഷയത്തിന് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് രാത്രി എന്റെ ദൈവം പ്രവർത്തിക്കാൻ കഴിയുമെന്ന് എത്ര പേരാണ് ഇന്ന് രാത്രി വിശ്വസിക്കുന്നത്? എന്റെ ദൈവത്തിന് കഴിയും. പക്ഷേ അതാണ് എന്റെ പ്രസംഗം. പക്ഷേ ഞാൻ പരീക്ഷന്റെ നീതിക്ക് അപ്പുറത്ത് പ്രാർത്ഥനയിൽ ഞാൻ വരണം, അല്ലാതെ പറ്റത്തില്ല. യഹൂദന്റെ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവന്റെ പ്രാർത്ഥനയെ കുറിച്ച് ഒന്ന് രണ്ട് ഡ്രോബാക്സ് പറയണം. അതാണ് യഹൂദന്റെ പ്രാർത്ഥനയുടെ ഒരു പ്രശ്നം. ഞാൻ ഒത്തിരി ഒന്നും പറയുന്നില്ല, സമയത്തിന്റെ പരിമിതി കൊണ്ടെല്ലാം ഉള്ളതുകൊണ്ട്. യഹൂദൻ പ്രാർത്ഥിക്കും. എത്ര നേരം പ്രാർത്ഥിക്കും യഹൂദൻ? എത്ര നേരം യഹൂദൻ പ്രാർത്ഥിക്കും എന്നാ ചോദിച്ചത്? 3. എത്ര നേരം? ഒരു മുസ്ലിം പ്രാർത്ഥിക്കുന്നത് 5. ബാക്കി ഒരു സഹോദരൻ നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെ നീതിയെ കവിയുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പോവില്ല. അപ്പോൾ ഞാൻ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം? കുരുങ്ങി കർത്താവേ. 2 നേരം കൃത്യമായി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? 2 നേരം കൃത്യമായി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചത്. പാടിയ സഹോദരനുണ്ട്, അതാ ഒരു സഹോദരൻ. ബാക്കിയുള്ളവർ കാണും, കുറച്ചൊരു കൈ ഉയർത്താത്തതാ വേണ്ട എന്ന് വെച്ചിട്ട്. സഹോദരിമാർ എത്ര പേരുണ്ട് 2 നേരം പ്രാർത്ഥിക്കുന്നേ? കൃത്യമായി പ്രാർത്ഥിക്കുന്നവർ കള്ളക്കൈ ഉയർത്തരുത് കേട്ടോ. എൻ്റെ അമ്മ കള്ളക്കൈ ഉയർത്തിയ ശരി. അപ്പൊ 2 നേരം പ്രാർത്ഥിക്കുന്നവർ. യഹൂദൻ പ്രാർത്ഥിച്ച എത്ര സമയം? 3 നേരം പ്രാർത്ഥിച്ച യഹൂദനെ നോക്കിയിട്ട് യേശു പറയണം, നിന്റെ നീതി അവനിലും അപ്പുറം പോകണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് 4 നേരം. കർത്താവേ സ്വന്തം. പക്ഷെ നിങ്ങളെ പോലെയല്ല, ഞങ്ങൾക്ക് ഇച്ചിരി ജോലിയൊക്കെ ഉള്ളവരാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പ്രസംഗിച്ച് പഠിച്ച് നടന്നാൽ മതി. ഞങ്ങൾ അങ്ങനെയല്ല ജോലി ചെയ്യുന്നവരാണ്. 4 ടിപ്പിക്കലി 4 അല്ല ഞാൻ ഉദ്ദേശിച്ചത്. സമയം കിട്ടുമ്പോഴൊക്കെ എൻ്റെ ദൈവത്തോട് കരയാൻ തയ്യാറാകണം നിങ്ങൾ. ഇപ്പോൾ അങ്ങനെ ജനം കരയാറില്ല എന്നൊക്കെ എനിക്കറിയാം. ഞാൻ ആ ഭാഗത്തിലേക്ക് വരാം. ശ്രദ്ധിച്ചു കേട്ടോ. ജനം കരയാൻ തയ്യാറായാല് ദൈവം ഇറങ്ങി വരുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായി. ചരിത്രം ചെറുതല്ല ഈ സഭയ്ക്കെന്ന് എനിക്കറിയാം, എനിക്ക് ബോധ്യമുണ്ട് അതിനകത്ത്. പക്ഷെ ദൈവത്തോട് ഇന്ന് രാത്രി പറയാൻ പറ്റുമോ? ദൈവമേ, ഞാൻ പരീക്ഷന്റെ നീതിയേക്കാൾ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയെന്നറിയാമോ? പരീക്ഷൻ 3 നേരം പ്രാർത്ഥിക്കുക. ബഹുഭൂരിപക്ഷം ദൈവമക്കളും പ്രാർത്ഥിക്കുന്നത് 1 നേരം. ആമേൻ പറഞ്ഞില്ല ആരും.
പ്രഭാതത്തിലെ പ്രാർത്ഥന ഇപ്പൊ കൃത്യമായിട്ടുണ്ടോ? സ്വത്രം നിങ്ങൾ ഇത്രയും സൈലന്റ് ആകരുത്. പ്രഭാതത്തിലെ പ്രാർത്ഥന നമ്മൾ കൃത്യമായി ചെയ്യാറുണ്ടോ? ഞങ്ങൾ 8 മക്കളെ അപ്പം വിളിച്ചിടത്തി രാവിലെ 5:30 വിളിച്ചിടത്തി. ഏത് തണുപ്പത്തും 5:30 എഴുന്നേക്കണം. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുമ്പോഴും സൺഡേ സ്കൂളിൽ പറയുമ്പോഴൊക്കെ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, പ്രഭാത ഗീതം പഠിച്ചതൊന്നും ബൈബിൾ കോളേജിനകത്തോ സെമിനാരിക്കകത്തോ പോയിട്ടല്ല ഞാൻ പഠിച്ചത് മുഴുവനും വീട്ടിനകത്ത് വെച്ച് പാടി പഠിച്ചു. കാരണം അന്ന് ആഹാരമില്ല. എന്റെ വീട്ടിൽ അത്യാവശ്യം ആഹാരമൊക്കെ ഉള്ള വീട്ടില്ല. കാരണം അപ്പം പട്ടാളത്തിലിരുന്നത് കൊണ്ട് പട്ടിണി ഇല്ലാതെ പോകേണ്ടതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല എനിക്ക് പ്രധാനമെങ്കിൽ അപ്പൻ രാവിലെ വിളിച്ചുണർത്തിയിട്ട് അപ്പൻ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുമായിരുന്നു. അതാണ് ഇന്നും എന്റെ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ നട്ടല്ലെന്ന് പറഞ്ഞത്. അന്ന് ഞാൻ എടുത്തതാണ്, ഇന്ന് മാത്രമുള്ളതല്ല. ആ ആർജവമുള്ളവരാണ് ദൈവത്തിന് സ്വപ്നം പറയേണ്ടത്. അങ്ങനെ പാടിയ പാട്ടുകളാണ് നമ്മൾ. കൊടുങ്കാറ്റുണ്ടി വനദേശത്തിൽ പ്രിയനെ എന്നെ വീടല്ലേ, കൊടുങ്കാറ്റുണ്ടി വനദേശത്തിൽ പ്രിയനെ എന്നെ വീടല്ലേ, കൊതിയോടു ഞാൻ വരുന്നേ എന്റെ സങ്കടം. ഞാൻ എല്ലാ ദിവസവും പ്രസംഗിക്കുന്ന ആളായതുകൊണ്ട് പാട്ടിനൊക്കെ ഇച്ചിരി മോശം. അത് പാടിയപ്പോൾ തന്നെ മനസ്സിലാവും. അതുകൊണ്ടാണ് അവർ വായിച്ച എനിക്ക് അവരൊക്കെ ഒപ്പം പോകാൻ പറ്റത്തില്ല, അവർ സ്ട്രഗിളാവും. അതുകൊണ്ട് ഞാൻ കൈ കാണിച്ച നിങ്ങൾ ഇന്ന് ചെയ്യണ്ട. ഞാൻ പാടി 4 വരി പാടിയതെന്തിനെന്നറിയാമോ? നിങ്ങളിവിടെ ഫ്രണ്ടിലിരിക്കുന്ന തലമുറ എത്ര പേര് പാടുന്നെന്നറിയാനാ. അപ്പൊ മനസ്സിലായി നിങ്ങളെല്ലാവരും വീട്ടിൽ പാടുന്നവരാണ്. സ്വത്രം അത് പറയുമ്പോൾ നിങ്ങൾ ദേഷ്യോട് ഇവിടെ ഇരുന്ന ഒട്ടുമിക്കതും പാടില്ല പാട്ട്. ഒട്ടുമിക്കതും ഇതാ ഇരിപ്പുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്, ഇതൊന്നും ഒട്ടുമിക്കതും. ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നോക്കിയത്. എത്രയെണ്ണം പാടിയെന്ന് ഒന്നും പാടിയാന്നില്ല. ഞാൻ പറഞ്ഞ പറ്റില്ല, അതല്ലാതെ വേറെ ഒന്നും പാടിയില്ല. ചിലപ്പോ അറിയാമായിരിക്കും, ചിലപ്പോ അറിയത്തില്ലായിരിക്ക. തലമുറകളെ രാത്രികാലങ്ങളിൽ പ്രഭാതത്തിലൊക്കെ വിളിച്ചുണർത്തിയിട്ട് അവരോട് പ്രാർത്ഥിക്കാൻ നമ്മൾ പറയണമെന്നാണ് ഈ പറഞ്ഞു വന്നത്. അത് ദൈവം അവരോട് പഠിപ്പിക്കണം, അവരെ പാട്ടുകൾ പഠിപ്പിക്കണം. രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ പാടി സ്തുതിച്ചാൽ ആ ഒറ്റ ദിവസത്തേക്ക് വേണ്ടത് ആ തല. എന്റെ ദൈവം ഇന്നും വിശ്വസ്തനല്ലേ? ഇന്നും എന്റെ ദൈവം വിശ്വസ്തനല്ലേ? പള്ളിക്കകത്തല്ല പാട്ട് പാടേണ്ടത്, വീട്ടിൽ പാടുന്ന പാട്ട്. കാരണം പള്ളിക്കകത്ത് ഇപ്പൊ പ്രഭാത പാട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. ഇവിടെ രാവിലെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ശരി, ഉണ്ടെങ്കിൽ പിന്തുണച്ചു സ്റ്റേറ്റ്മെന്റ്. ചില പള്ളികളിലൊക്കെ രാവിലെ 5 മണിക്കുണ്ട് പ്രാർത്ഥന. ശരി, അതങ്ങനെ പോകട്ടെ. അവൻ പറഞ്ഞത് മനസ്സിലായെന്നറിയുന്നു. പരീശന്റെ നീതിക്ക് അപ്പുറത്തേക്ക് ഒരുത്തൻ പോകണമെങ്കിൽ അവൻ പ്രാർത്ഥന 3 എന്നുള്ളത് അവൻ 4 ഏറ്റവും കുറഞ്ഞതൊന്നാക്കണം. ജോലിക്ക് പോകുന്നവർക്ക് പറ്റത്തില്ല എന്നറിയാം. എങ്കിലും നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ എന്റെ ദൈവത്തോടൊന്ന് സംസാരിക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറാകുമോ? ഞാൻ പറഞ്ഞ ആശയം പിടികിട്ടി കാണുമെന്ന് കരുതട്ടെ. വെറുതെയില്ല ഞാനത് പറഞ്ഞു നിർത്തിയത്. പ്രാർത്ഥന എന്ന് പറഞ്ഞത് അത് ഒരുവന്റെ ജീവവായുവാണ്, അതവന്റെ ഓക്സിജനാണ്. അത് നഷ്ടപ്പെട്ടാൽ അവന് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാത്രി ദൈവസഭയോട് തന്നെ ഞാൻ ആത്മാവിൽ പറയട്ടെ, ഈ പ്രാർത്ഥന കഴിയുമ്പോ ഒരു ഉണർവ് നിങ്ങളുടെ